പ്രിയമുള്ളവരെ, വചനജ്വാല 1477 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകൻ 11-ാം അധ്യായം 20 മുതൽ 34 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദൈവത്തിൽ ആശ്രയം. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക. വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിനെ ഒരു നിമിഷം മതി. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. എനിക്കിനി എന്തു വേണം? എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. എന്ത് ആപത്ത് വരാനാണ് എന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു, കഷ്ടതയിൽ ഐശ്വര്യവും. മൃത്യുദിനത്തിലും പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു. ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. യഥാർത്ഥ സ്നേഹിതൻ. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിലടിച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവർത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി. രക്തച്ചൊരിച്ചിലിന് അവസരം പാർത്തിരിക്കുകയാണ് പാപി. നീചനെ സൂക്ഷിക്കുക. അവന്റെ മനസ്സു നിറയെ തിന്മയാണ്. അവൻ നിന്റെ മേൽ മായാത്ത കറ പുരട്ടും. അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭവനത്തിൽ നീ അന്യനായി തീരും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ കൊർണോലിയോസ് മാർപ്പാപ്പ, അദ്ദേഹം ഒരു രക്തസാക്ഷി കൂടെയാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് ഇന്ന്. 250 ജനുവരി 20-ാം തീയതി വിശുദ്ധ ഫേബിയന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം 14 മാസത്തേക്ക് മാർപ്പാപ്പ സ്ഥാനം ഒഴിഞ്ഞു കിടന്നു. അന്നത്തെ ചക്രവർത്തി ഡേഷ്യസിന്റെ ഭീകരമായ മതപീഡന നിമിത്തമായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. ഒരു റോമൻ വൈദികനായിരുന്ന കൊർണോലിയൂസിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹത്തിന്റെ സമകാലീനായ വിശുദ്ധ സപ്രിയൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അക്കാലത്ത് ഒരു വലിയ തർക്കമുണ്ടായി. വിഗ്രഹങ്ങളെ ധൂപിച്ചവരായാലും വിഗ്രഹങ്ങളെ ധൂപിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയവരായാലും അവരെ തിരിച്ചെടുത്തു കൂടെന്ന്
നൊവേഷ്യൻ വാദിച്ചു. ഈ ആഫ്രിക്കൻ താമസിയാതെ ഒരു എതിർ പാപ്പായായി പ്രത്യക്ഷപ്പെട്ടു. അനുതപിക്കുന്ന മതത്യാഗികൾക്ക് ഉചിതമായ പ്രായശ്ചിത്തത്തിന് ശേഷം തിരുസഭയിലേക്കും കൂദാശ സ്വീകരണത്തിലേക്കും പ്രവേശനം നൽകുന്നതിന് തിരുസഭയ്ക്ക് അധികാരമുണ്ടെന്ന് കൊർണോലിയോസ് മാർപ്പാപ്പ പഠിപ്പിച്ചു. കൊർണോലിയോസ് മാർപ്പാപ്പ റോമിൽ 60 മെത്രാന്മാരെ വിളിച്ചു വരുത്തി ഒരു സൂനഹദോസ് നടത്തി. നൊവേഷ്യനും സന്നിഹിതനായിരുന്നു. സൂനഹദോസ് അദ്ദേഹത്തെ മഹറോൺ ചൊല്ലി. എങ്കിലും നൊവേഷ്യൻ അനുതപിച്ചില്ല. സപ്രിയൻ കൊർണോലിയോസ് മാർപ്പാപ്പയുടെ കൃത്യബോധത്തെയും കാരുണ്യത്തെയും വാനോളം പുകഴ്ത്തി. ഡേഷ്യസ് 251 മരിച്ചു. അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ ഗാലൂസ് ചക്രവർത്തിയായി. ഉടനെ ഒരു വസന്ത പടർന്നു പിടിച്ചതിനാൽ ക്രിസ്ത്യാനികളെ ബലി ചെയ്ത് ദേവന്മാരെ പ്രസാദിപ്പിക്കണമെന്ന് ഗാലൂസ് നിശ്ചയിച്ചു. കൊർണോലിയൂസിന് തന്നെ ആദ്യത്തെ രക്തസാക്ഷിത്വ മകുടം സിദ്ധിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ രക്തസാക്ഷിയും സഭാപിതാവുമായ കാർത്തേജിലെ വിശുദ്ധ സിപ്രിയനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. കാർത്തേജിലെ ഒരു പ്രധാന സെനറ്ററുടെ മകനാണ് താഷിയൂസ് സിപ്രിയൻ. തത്വശാസ്ത്രത്തിലും കലകളിലും അദ്ദേഹം അതിനിപുണനായിരുന്നു. തന്നിമിത്തം അദ്ദേഹം കാർത്തേജിൽ കാവ്യമീമാംസയുടെ പബ്ലിക് പ്രൊഫസറായി. സെസിലിയൂസ് എന്ന പുണ്യശ്ലോകനായ ഒരു വൈദികൻ സിപ്രിയനെ ക്രിസ്തുമത തത്വങ്ങൾ പഠിപ്പിച്ചു. ക്രിസ്തുമത തത്വങ്ങൾ ആകർഷകമായി തോന്നിയെങ്കിലും ജഡിക തത്വങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ ആകർഷകമായിരുന്നു. ഡൊണാറ്റസിനെ എഴുതിയ ഗ്രന്ഥത്തിൽ താൻ അന്ധകാരത്തിൽ ഉഴലുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 56-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചത്. സ്നാന ജലം മനുഷ്യനെ പുനർജീവിപ്പിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായില്ല. ജ്ഞാനസ്നാനം കഴിഞ്ഞപ്പോൾ അത് വിശദമായെന്ന് അദ്ദേഹം പറയുന്നു. 58-ാം വയസ്സിൽ അദ്ദേഹത്തെ കാർത്തേജിലെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മതത്യാഗികൾക്കും വ്യഭിചാരികൾക്കും കൊലപാതകികൾക്കും അനുദപിച്ചാൽ പാപമോചനം നൽകാമെന്നുള്ള കൊർണോലിയോസ് മാർപ്പാപ്പയുടെ അഭിപ്രായം സിപ്രിയൻ പിന്താങ്ങി. ഡേഷ്യസിന്റെ മതപീഡനം ആരംഭിച്ചപ്പോൾ ക്രിസ്ത്യാനികളെ ധൈര്യപ്പെടുത്താൻ സിപ്രിയൻ രൂപത വിട്ടിറങ്ങി. കാർത്തേജിൽ വസന്ത വന്നപ്പോൾ അദ്ദേഹം നഗരത്തിലെത്തി. ഉടനെ അദ്ദേഹം നാട് കടത്തപ്പെട്ടു. തിരികെ വിളിച്ചപ്പോൾ ശത്രുക്കൾ അലറി, സിപ്രിയനെ സിംഹത്തിന് കൊടുക്കുക, സിപ്രിയനെ വന്യമൃഗങ്ങൾക്കു നൽകുക. വലേരിയൻ ചക്രവർത്തിയുടെ കാലത്ത് 258 സെപ്റ്റംബർ 16-ാം തീയതി സിപ്രിയന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, കാർത്തേജിലെ വിശുദ്ധ സിപ്രിയന്റെയും സഭാപിതാവും രക്തസാക്ഷിയുമായ സിപ്രിയന്റെയും രക്തസാക്ഷി കൂടിയായ വിശുദ്ധ കൊർണോലിയോസ് മാർപ്പാപ്പയുടെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.